ഹലോ, വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് വീണ്ടും ഒരു കേക്ക് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് കുറച്ചധികം ഏർണിങ്സ് കിട്ടിയിട്ടുള്ള ദിവസങ്ങളായിരുന്നത്. മാത്രമല്ല, ഞാൻ ഡോണറ്റ്സിൻ്റെ പെർഫെക്റ്റ് റെസിപ്പിയും ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കൊട്ട് താമസിയാതെ വീട്ടിലേക്ക് പോയാലോ? അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഇന്ന് ഞാൻ 2 ദിവസത്തെ ഓർഡേഴ്സ് ഇതിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് ഒരെണ്ണം പാർട്ടി ഓർഡർ ആയിരുന്നു, ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഒരു 2 ടയർ കേക്കും പിന്നെ ഒരു ടോളായിട്ടുള്ള കേക്ക്, ഡോണറ്റ്സ്, കപ്പ് കേക്ക്, ഇത് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പാക്കായിരുന്നു കേട്ടോ നമുക്ക് ഒരു ദിവസം ഓർഡർ ഉണ്ടായിരുന്നത്. പിന്നെ പിറ്റേ ദിവസം നമുക്ക് ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ടുണ്ടായിരുന്നു, അത് 2 കേക്കായിരുന്നു. പിന്നെ കൂടാതെ നമ്മൾ ഡ്രസ് ലെച്ചസിൻ്റെ സെയിൽ നടത്തിയിരുന്നു. അതൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഡ്രസ് ലെച്ചസ് ജാറ്, ഡ്രസ് ലെച്ചസ് ഡ്രീം, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സംഭവം ക്ലിക്കായിട്ടോ, നമുക്ക് നല്ല സെയിലുണ്ടായിരുന്നു. അത് നമ്മൾ ഇട്ടതിന് ശേഷം മീൻസ് സ്റ്റോറി സ്റ്റാറ്റസ് ഒക്കെ ഷെയർ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ ഉണ്ടാക്കിയതിനേക്കാളും ഓർഡേഴ്സ് അധികം കിട്ടി. എന്നിട്ട് പിറ്റേ അടുത്ത വീക്ക് ഞാൻ വീണ്ടും അത് ഉണ്ടാക്കി. അപ്പോൾ ഞാനിത് നമ്മുടെ കേക്കുകളൊക്കെ തലേ ദിവസം തന്നെ ബേക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ബേക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പകുതിയിലധികം പണി കഴിഞ്ഞ പോലെ. അപ്പം കേക്ക്സൊക്കെ ഞാൻ തലേ ദിവസം തന്നെ സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പിന്നെ നിങ്ങൾ എന്നും ചോദിക്കുന്ന പോലെ തന്നെ റെസിപ്പി ഷെയർ ചെയ്യുന്നില്ല എന്ന് എപ്പോഴും പറയില്ലേ, ഞാനിതാ ഡോണറ്റ്സിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട്. തുടങ്ങിയിട്ട് എനിക്ക് ആദ്യമൊക്കെ ഡോണറ്റ്സ് ഉണ്ടാക്കുന്ന വലിയൊരു ടാസ്ക് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ വട്ടം ട്രൈ ചെയ്തിട്ട് എനിക്കൊരു എക്സാക്റ്റ് റെസിപ്പി കിട്ടി. ഞാൻ കണ്ടെത്തിയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, നിങ്ങളൊരു ബേക്കർ ആണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഉണ്ടാവേണ്ട ഒരു കാര്യങ്ങളിലൊന്നാണ് വെയിനിങ് സ്കെയിൽ. വെയിറ്റ് നോക്കുന്ന ആ ഒരു മെഷീൻ ഉണ്ടല്ലോ, അത് നിർബന്ധമാണ്. അതിന് വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ കയ്യിലുള്ള വെയിനിങ് സ്കെയിൽ ഞാൻ ആമസോണിൽ മേടിച്ചാണ് കേട്ടോ. പർച്ചേസ് ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് ഞാനിപ്പം സ്റ്റാൻഡ് മിക്സർ മേടിച്ചപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആയിട്ട് തോന്നിയുള്ളത് ഇതേ ഡോണറ്റ്സ്, ബ്രെഡ് ഒക്കെ ഉണ്ടാക്കാനായിട്ടാണ്. ഈ ഒരു കുഴക്കുന്ന ഈ ഒരു ഹുക്ക് ഉണ്ടല്ലോ, ഇതിട്ടിട്ട് നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ചിട്ടിട്ട് അങ്ങ് ബീറ്റ് ചെയ്ത് തന്നാൽ മതി. ഒരു 5 to 7 മിനിറ്റ് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കളയും. നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നതിനേക്കാളും ഇരട്ടി എഫക്റ്റാണ് കേട്ടോ. നല്ലതുപോലെ എഫക്റ്റായിട്ട് ആ ഡോണറ്റ്സിൻ്റെ മാവ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ടൈമും ലാഭമാണ്. കണ്ടില്ലേ, നല്ലതുപോലെ കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നല്ല സ്റ്റിക്കി ആയിട്ടാവും മാവ് ഉണ്ടാവുക. ഇതാണ് ഇതിന് കറക്റ്റ് പരുവം. ഇനി നമുക്കിത് വേറൊരു ബൗളിലോട്ട് മാറ്റണം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ചൊരു ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. കാരണം ഇതൊന്ന് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രഷ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇത് ഏകദേശം ഒരു 1 to 2 hour നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് യൂസ് ചെയ്യുന്നതിന് പേരിൽ തന്നെ പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും. പിന്നെ നല്ല തണുപ്പുള്ള ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ പൊങ്ങി വരാനുള്ള സമയം കുറച്ച് ഡിലേ ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ വഴിയെ. അപ്പോൾ നമ്മുടെ ഡോണറ്റിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ ബേക്കായി വന്നിട്ടുള്ള കേക്ക്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ആ ചെറിയ ടിന്ന് നമ്മൾ 2 ടയർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ചെറിയ ടിന്നിൻ്റെ സൈസ് 4.5 ഇഞ്ചാണ്. 4.5 ഇഞ്ചിൻ്റെ ടിന്നാണ്. അത് നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ടൊന്ന് ഹൈറ്റ് വെപ്പിച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തു. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ടിപ്പ്, നമ്മുടെ ഡോണറ്റ്സിൻ്റെ മാവ് പൊങ്ങി വരാനുള്ള ടിപ്പ്. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിൽ മൈക്രോവേവ് ഇല്ല, OTG തന്നെയാണുള്ളത്. OTG 250 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്തു. എന്നിട്ട് നമ്മുടെ ഈ ഡോണറ്റ്സിൻ്റെ മാവ് നല്ലതുപോലെ കവർ ചെയ്തിട്ട് നല്ലൊരു മൂടി വെച്ചിട്ട് കവർ ചെയ്തിട്ട് ആ ഓവനിലകത്ത് വെക്കുക. ഏകദേശം ഒരു 1.5 മണിക്കൂർ ആകുമ്പോഴത്തേലും നന്നായിട്ട് ഇത് ബ്ലൂമായി കിട്ടും. അപ്പം നമുക്ക് പെട്ടെന്ന് സമയവും ലാഭമാണ്. പെട്ടെന്ന് തന്നെ അത് ചെറിയ ചൂടുണ്ടെങ്കിൽ ഈസ്റ്റ് പെട്ടെന്ന് തന്നെ ആക്റ്റീവായി കിട്ടും. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് ടിപ്പ് നമ്പർ 1 കേട്ടോ, ഡോണറ്റ് ചെയ്തെടുക്കുമ്പോൾ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഡോണറ്റ്സ് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ്. അതും ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് ഡോണറ്റ്സ് മാത്രമല്ല, കപ്പ് കേക്ക്സ്, 2 ടയർ കേക്ക്, പിന്നെ ഒരു ടോളായിട്ടുള്ള കേക്കൊക്കെ ഇത് ഒരു പാർട്ടിക്കുള്ളതാണ്. അപ്പം നമ്മൾ ഈ എല്ലാ സംഭവങ്ങളും ഒരു സമയത്താണ് നമുക്ക് ഡെലിവറി ചെയ്യേണ്ടത്. അപ്പം അത് സെറ്റാക്കി എടുക്കുന്ന ഓട്ടത്തിലാണ് കേട്ടോ ഞാൻ. കേക്കൊക്കെ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ സെറ്റാക്കിയതിന് ശേഷമാണ് മെയിനായിട്ടുള്ള കോട്ടിങ് ചെയ്യുന്നത്. ഈ ഒരു വിപ്പിംഗ് ക്രീം ഞാൻ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതിൽ ബ്ലാക്ക് കളർ 1 ഡ്രോപ്പോ 2 ഡ്രോപ്പോ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റ് കളർ, ആഷ് കളർ കിട്ടും. അത് തന്നെയാണ്, ആ ക്രീം തന്നെയാണ് ഞാൻ കപ്പ് കേക്ക്സിലും യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കപ്പ് കേക്ക്സ് ഞാൻ സെയിൽ ചെയ്യുമ്പം മിനിമം 4 എണ്ണം ഓർഡർ ചെയ്യണം. 3-2 കപ്പ് കേക്കൊന്നും നമ്മൾ ഓർഡർ എടുക്കലില്ല. ഒരു ഇതെല്ലാം ഹോം ബേക്കേഴ്സ് അങ്ങനെ തന്നെ ആയിരിക്കില്ലേ. നമുക്ക് അങ്ങനെ ചെയ്യുമ്പം വലിയ പ്രോഫിറ്റും കാര്യങ്ങളൊന്നും കിട്ടില്ല. മിനിമം ഒരു 4 കപ്പ് കേക്ക്സെങ്കിലും ഓർഡർ എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ അതേ നമ്മുടെ കേക്ക്സ് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡോണറ്റ്സ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഡോണറ്റ്സ് പരത്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോണറ്റ്സ് കട്ടർ യൂസ് ചെയ്യാം കേട്ടോ, മാർക്കറ്റിൽ ഈസിലി അവൈലബിൾ ആണ്.
ഞാനിപ്പോൾ ഒരു മൂടി വെച്ചിട്ടാണ് ഈ ഒരു ഡോണറ്റ്സ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ സെൻറ്ററിൽ ആ ഒരു ഹോള് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ നോസിലുണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ ഡോണറ്റ്സ് ഫ്രൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം. ആദ്യം മുതലേ ഓയിൽ ഹീറ്റ് ചെയ്യുന്ന മുതലേ നമ്മൾ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ക്ഷമയോടെ പൊരിച്ചെടുത്ത് കഴിഞ്ഞാലാണ് ഡോണറ്റ്സ് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളു അണ്ടർ കുക്ക്ഡ് ആയിരിക്കും, ഉള്ളു വേവാത്തൊരു പ്രശ്നം വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ക്ഷമയോടെ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ഡോണറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഡോണറ്റ്സ് പൊരിച്ചെടുത്തതിന് ശേഷം ഡോണറ്റ്സ് ചൂടാറി കഴിഞ്ഞതിന് ശേഷം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ് ഇതിൻ്റെ മുകളിൽ ഞാൻ ഗ്ലേസിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയല്ല കേട്ടോ നമ്മുടെ ഡോണറ്റ്സിൻ്റെ കാര്യം പറയാനാണെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ എക്സാക്റ്റ് മെഷർമെൻറ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോ, ഒരിക്കലും അത് ഫെയിൽ ആവില്ല. അപ്പോൾ നമ്മുടെ ഡോണറ്റ്സും കപ്പ് കേക്ക്സും 2 കേക്ക്സും ഒക്കെ ഞാൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം കേക്ക് പാക്ക് ചെയ്തിട്ട് ഡെലിവർ ചെയ്തു. അതിന് ശേഷം ഈവനിങ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പിറ്റേ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ ഡ്രസ് ലെച്ചസിൻ്റെ സെയിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രീ ഓർഡർ എടുത്തിട്ടാണ് സാധാരണ ഇങ്ങനെ ചെയ്യൽ. ഞാനത് ജസ്റ്റ് ഇങ്ങനെയും ചെയ്തെടുക്കലുണ്ട് കേട്ടോ. അങ്ങനെ ഡ്രീം കേക്കൊക്കെ റീസ്റ്റോക്ക് ചെയ്ത് വെക്കലുണ്ട്. കാരണം ഇതിന് നമുക്കൊരു 3 to 4 days വരെ അപ് ടു നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് എല്ലാ കേക്ക്സും സോൾഡ് ഔട്ടായി. നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ടായി എല്ലാ കേക്ക് കിട്ടാം, മാഷാഅല്ലാഹ് അൽഹംദുലില്ലാ. അപ്പം നമ്മുടെ എന്നിട്ട് ഞാൻ അടുത്ത വീക്ക് വീണ്ടും ഇത് ഉണ്ടാക്കുകയാണ് ചെയ്തത്, നമുക്ക് ഡിമാൻഡ് കൂടിയതനുസരിച്ചിട്ട്. അപ്പോൾ ഈ ഒരു വലിയ ജാറ് വന്നിട്ട് 300 ഗ്രാമിൻ്റെ പ്രൊഡക്റ്റ് കൊള്ളുന്ന ജാറാണ്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മൾ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് ഡ്രസ് ലെച്ചസ് ജാറ്, ഡ്രസ് ലെച്ചസ് ഡ്രീം, അതുപോലെ തന്നെ സാധാ ഡ്രസ് ലെച്ചസിൻ്റെ ആ ഒരു ഡബ്ബ. അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഉണ്ടാക്കിയത്. അതൊക്കെ നമുക്ക് സോൾഡ് ഔട്ടായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സ്ട്രാ നമ്മൾ പിറ്റേത്തെ വീക്കും നമ്മൾ ഓർഡേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഡ്രീം കേക്ക് സെയിൽ ചെയ്തതിന് ശേഷം എനിക്ക് ഇങ്ങനത്തെ കേക്ക്സ് ഉണ്ടാക്കിയെടുക്കാനും സെയിൽ ചെയ്യാനൊക്കെ ഒന്നുകൂടി ഇൻട്രസ്റ്റഡ് ആണ്. നമ്മൾ സാധാരണ ഇപ്പോൾ കസ്റ്റമൈസ്ഡ് കേക്ക്സ് ചെയ്യുന്നതിന് ഒരല്പം വ്യത്യാസമായിട്ട് നമുക്കും ഒരു പുതിയ കാര്യം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനത്തെ കേക്ക്സ് ഒക്കെ ചെയ്തെടുക്കാനായിട്ട്. ഞാൻ ഇങ്ങനത്തെ കേക്ക്സ് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കലുണ്ട്. എന്നിട്ട് സ്റ്റോർ ചെയ്തിട്ട് ആവശ്യക്കാരനുസരിച്ചിട്ട് മേടിച്ച് കൊണ്ടുപോകലും ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എൻ്റെ വ്യൂവേഴ്സ് ഭൂരിഭാഗം പേര് ഹോം ബേക്കേഴ്സ് ആവുമല്ലോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. നമുക്ക് അത്യാവശ്യം സെയിലും കിട്ടും. എന്നാൽ നമുക്ക് നമ്മുടെ റെസിപ്പി മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷമല്ലേ, നമ്മുടെ ഒരു കൈപ്പുണ്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു കഴിവ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. എന്തായാലും എൻ്റെത് നല്ല സക്സസ് ആയിട്ടുണ്ട്. എൻ്റെ കസ്റ്റമേഴ്സ് ഇങ്ങനത്തെ പ്രൊഡക്ട്സൊക്കെ വാങ്ങാനായിട്ട് തയ്യാറാണ് കേട്ടോ. അപ്പം ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഓർഡേഴ്സ് ഇല്ല എന്ന് കരുതിയിട്ട് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറയാറുണ്ടല്ലോ, എനിക്കും ഓർഡേഴ്സ് ഇല്ലാത്ത സമയങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ എന്താണെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ അല്പം സ്ട്രഗിൾ തന്നെ ആയിരിക്കും. അല്പം എന്നല്ല, ഒത്തിരി സ്ട്രഗിൾ തന്നെ ആയിരിക്കും. നമുക്ക് ഓർഡേഴ്സ് ഒന്നും പെട്ടെന്ന് കിട്ടണമെന്നില്ല. പക്ഷെ നമ്മൾ മെയിനായിട്ട് എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി നമ്മൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ഒരു ദിവസം ഒരു സക്സസ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇതിൽ നമ്മൾ വളരും, നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ള കാര്യം വളരെയധികം ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ആരും ഡിസപ്പോയിൻറ്റഡ് ആവണ്ട. നിങ്ങൾക്ക് ഒരുപാട് പേര് ഈ ഒരു ഫീൽഡ് ഇഷ്ടമുള്ളവരാണെന്ന് എനിക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വരുന്ന മെസ്സേജസ് ആണെങ്കിലും എൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്ന മെസ്സേജസ് ആണെങ്കിലും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ തോന്നലുണ്ട്, ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ് ഇങ്ങനെ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതിൽ. എൻ്റെ പാഷൻ ആണ് ഇങ്ങനെ റെസിപ്പീസ് ബിൽഡ് ചെയ്യുക, കേക്ക്സ് കസ്റ്റമൈസ്ഡ് കേക്ക്സ് ഉണ്ടാക്കുക. അതന്നെ എൻ്റെ ഒരു ജോലിയായി മാറുക എന്ന് പറയുമ്പം അതിൽ കൂടുതൽ എന്ത് സന്തോഷമാണല്ലേ വേണ്ടിയത്. അത് അധികം പേർക്ക് ആർക്കും കിട്ടുന്ന കാര്യമില്ല. നമ്മുടെ പാഷനെ പിന്തുടർന്ന് നമുക്ക് അതിൽ നിന്നൊരു ഇൻകം ഏൺ ചെയ്യാന്ന് പറയുന്നത് അതൊരു വലിയൊരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ വളരെ വലിയൊരു ഭാഗ്യമായിട്ടാണ് കേട്ടോ ഞാൻ കണക്കാക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടാ. അപ്പോൾ കേക്ക്സിൻ്റെ സ്റ്റിക്കേഴ്സ് വെച്ചു, കേക്കിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഡ്രീം കേക്കും കൂടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രീം കേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കോക്കോ പൗഡർ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ടേബിളൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ ഡ്രീം കേക്കിൻ്റെ മുകളിൽ കോക്കോ പൗഡറും കൂടി ഡസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമർ വന്നാൽ അങ്ങോട്ട് എടുത്ത് കൊടുക്കാനല്ലേ ഉള്ളൂ. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. താങ്ക്